അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ദാരിദ്ര്യത്തിനെ തൊട്ട് കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദാരിദ്ര്യം വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ദാരിദ്ര്യം വരുന്നത്. അത് നമ്മൾ പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ട്, നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട്, നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക, അതാണ് ദാരിദ്ര്യം എന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അത് ആ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ്, ഏറ്റവും ഉയർന്ന ഏറ്റവും അവസാന ഘട്ടമാണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാതാവുക, അതുപോലെ തന്നെ മക്കളില്ലാതാവുക, അതുപോലെ തന്നെ വീടില്ലാതാവുക, നമുക്ക് സമാധാനമില്ലാതാവുക, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ദാരിദ്ര്യം വരുത്തുന്ന ഒരു 33 കാര്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആശയയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബില് ഒരുപാട് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു 33 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് കസ്റത്തുൻ നൗം, ഉറക്കം അധികരിക്കുക. ഏത് സമയത്തും ഉറങ്ങുക തന്നെ. രാത്രി ഏതായാലും ഉറങ്ങുന്നുണ്ട്, പകല് സമയം കിട്ടുമ്പോൾ ഒക്കെ ഉറങ്ങുക. അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഉറക്കം ഒരു മനുഷ്യന് വേണ്ടത് 6 to 8 മണിക്കൂറാണ്. അതാണ് കിതാബുകളിലൊക്കെ പറയുന്നത്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 8 മണിക്കൂറിനേക്കാളും കൂടുതൽ ഉറങ്ങുക, പകല് സമയം കിട്ടുമ്പോൾ ഒക്കെ ഉറങ്ങുക, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. രണ്ടാമതായി പറഞ്ഞത് വിവസ്ത്രരായി ഉറങ്ങുക. അതായത് നമ്മുടെ വീടിനകത്ത്, നമ്മുടെ ബെഡ്റൂമിനകത്ത് വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, എന്നാൽ പോലും വിവസ്ത്രരായി, അതായത് ഒരു വസ്ത്രവും ധരിക്കാതെ വിവസ്ത്രരായി ഉറങ്ങാൻ പാടില്ല. മൂന്നാമത്തത് ജനാപത്തുകാരായിരിക്കെ ഭക്ഷണം കഴിക്കുക. ജനാപത്തുകാരായിരിക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനവും മറ്റോ ഉണ്ടായി, ഏത് നിലക്കായാലും ജനാപത്തുകാരായാൽ ഉടനെ തന്നെ കുളിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഹാളറായിട്ടുള്ള നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. എന്നാൽ ആ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഇനി നാലാമത്തത് ഭക്ഷണം നിലത്ത് വീണാൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലേക്ക് ഭക്ഷണം വീണാൽ അത് അലസമായി കളയുക. നമ്മൾ ഇന്നൊരു ഭക്ഷണം വീണ് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിക്കണം. ഈ കാലത്ത് എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോയിട്ട് 2-3 ദിവസങ്ങൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഇന്ന് അലസമായി കളയുന്നുണ്ട്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഭക്ഷണം നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോയാൽ അത് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിക്കണം. അതേപോലെ അലസമായി കളയാൻ പാടില്ല. ഇനി അഞ്ചാമത്തത് വീട് രാത്രിയിൽ അടിച്ചു വൃത്തിയാക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാത്രിയിൽ വീട് അടിച്ചു വാരുക. ഇനി ഒരു സമയത്ത് വീട് അടിച്ചു വാരൽ നിർബന്ധമായി, എന്നാൽ അടിച്ചു വരാൻ പ്രശ്നമില്ല. അതായത് വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ വന്നു, എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിലത്ത് വീണിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആകെ അലങ്കോലപ്പെട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ കളിച്ചിട്ട് ആകെ മലിനമാക്കിയിട്ടുണ്ട്, എന്നാലോ അടിച്ചു വാരണം. അതല്ല പറഞ്ഞത്. പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ദിവസവും രാത്രിയിൽ അടിച്ചു വാരുക, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഇനി ആറാമത്തത് ഉസ്താദുമാരുടെ, മാതാപിതാക്കളുടെ ഒക്കെ മുന്നിൽ നടക്കുക. നടന്നു പോകുന്ന സമയത്ത് മാതാപിതാക്കളുടെയോ ഉസ്താദുമാരുടെയോ ഒക്കെ മുന്നിൽ നടക്കുക ഒരിക്കലും പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയത്ത് കുറച്ച് വയസ്സുള്ള ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിലാക്കാൻ വേണ്ടി. കാരണം അവരെക്കാളൊക്കെ അറിവുള്ള ആള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോ അറിവുള്ള ആളുകളുടെ, അതായത് ഉസ്താദുമാരുടെ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഒക്കെ മുന്നിൽ നടന്നു പോകൽ അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഏഴാമത്തത് മാതാപിതാക്കളുടെ പേര് പറഞ്ഞു വിളിക്കുക. അത് ചില നാടുകളിൽ നമ്മൾ കാണുന്നതാണ്. മാതാപിതാക്കളുടെ പേര് പറഞ്ഞു വിളിക്കുന്ന സമ്പ്രദായം.
അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വാപ്പ ഉമ്മ അത് തന്നെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അങ്ങനെയാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടല്ല വിളിക്കേണ്ടത്. 8ാമത്തത് നിസ്കാരത്തിനെ തൊട്ട് അശ്രദ്ധ കാണിക്കുക. നിസ്കരിക്കാതിരിക്കുക എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിനെ തൊട്ട് അശ്രദ്ധ കാണിക്കുക. നിസ്കാരത്തിന്റെ സമയമായി, നിസ്കരിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്, അപ്പോ കുറച്ച് ചെയ്യട്ടെ, അത് പിന്നെ ആവട്ടെ, അത് വയ്യാവട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് ഒരു അലംഭാവം കാണിക്കുക. 9ാമത്തത് ധരിച്ച വസ്ത്രം തുന്നുക. നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അതിന്റെ എവിടെയെങ്കിലും ചിലപ്പോൾ കീറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടൺസ് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് ആ ധരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ തുന്നുക. അങ്ങനെയല്ല തുന്നേണ്ടത്, ആ വസ്ത്രം ഊരിയിട്ട് അത് തുന്നണം. ധരിച്ചിരിക്കെ വസ്ത്രം തുന്നാൻ പാടില്ല, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. 10ാമത്തത് ചിലന്തിവല മാറാല നീക്കുക. അത് ഏകദേശ വീടുകളിൽ ഉണ്ടാകും. അതിലേക്ക് പിന്നെ പുതിയ വീടെന്നോ പഴയ വീടെന്നോ ഓടിട്ട വീടെന്നോ അല്ലെങ്കിൽ വാർപ്പിന്റെ വീടെന്നോ അങ്ങനൊന്നുമില്ല, അത് എവിടെയും വരും. അത് ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് പറയുന്നുണ്ട്, അത് നമ്മള് കന്നുകാലികളെ കെട്ടുന്ന തൊഴുത്താണെങ്കിൽ പോലും അവിടെ ഈ മാറാലയുണ്ടെങ്കിൽ അത് നീക്കണമെന്ന്. അത് വലിയ ദാരിദ്ര്യത്തിന് വരുത്തുന്ന കാര്യമാണ്. 11ാമത്തത് പള്ളിയിൽ നിന്നും പെട്ടെന്ന് പോവുക. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചിലപ്പോ ദുആന് ഇരുന്നാലിരുന്ന്, അല്ലെങ്കിൽ ദുആ കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോവുക. ഒരു ആവശ്യം ഉണ്ടാവില്ല, പുറത്തിരുന്ന് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങാടിയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. പള്ളിയിൽ നിന്ന് പെട്ടെന്ന് പോകണം. അങ്ങനെ ധൃതി പിടിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പോകാൻ പാടില്ല, അതും ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. 12ാമത്തത് അതിരാവിലെ അങ്ങാടിയിലേക്ക് പോവുക. അങ്ങാടി എന്ന് പറയുമ്പോൾ വലിയ ടൗൺ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, നമ്മുടെ നാടുകളിലുള്ള അങ്ങാടി. ഇത് ചില ആളുകൾക്കുള്ള സ്വഭാവമാണ്. എന്നും രാവിലെ എഴുന്നേറ്റപാട് അങ്ങാടിയിലേക്ക് പോകും. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച്, അവിടെ പോകാൻ പ്രത്യേക വേറെ കാര്യമുണ്ട്, അവിടെ നല്ല മാംസം കിട്ടും. എന്ത് മാംസ? ഉസ്താദുമാരുടെ മാംസം, അതുപോലെ തന്നെ അയൽവാസികളുടെ മാംസം. അതിൽ ആരൊക്കെ പോകുന്നുണ്ട്, ആ പോകുന്ന ആൾക്കാരൊക്കെ മാംസം അവിടെ നിന്ന് ഭക്ഷിക്കാൻ കഴിയും. അതായത് ഗീബത്തും നമീമത്തും പറയുമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് ഈ അങ്ങാടിയിൽ ഇരിക്കുക എന്നുള്ളത്. അത് അതിരാവിലെ പോയി ഇരിക്കുകയാണെങ്കിൽ എപ്പോ പോയാലോ അങ്ങാടിയിലിരുന്ന് സൊറ പറയുന്നുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ? അവിടെ ഒരുപാട് ഹറാമുകൾ നടക്കുന്ന സ്ഥലമാണ്. കളവ് പറയലുണ്ടാകും, തൂക്കത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ചതിക്കലുണ്ടാകും, വഞ്ചിക്കലുണ്ടാകും, അതുപോലെ തന്നെ ഹറാമുകൾ കാണാനുണ്ടാവും, കേൾക്കാനുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ് അങ്ങാടി എന്നുള്ളത്. അങ്ങാടിയിലേക്ക് കയറുമ്പോൾ പ്രത്യേകം ദിക്ർ വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. അപ്പോ അതിരാവിലെ അങ്ങാടിയിലേക്ക് പോവുക എന്നുള്ളത് ദാരിദ്ര്യത്തെ വലിച്ചു വരുത്തുന്നതാണ്. 13ാമത്തെ കാര്യം രാത്രി പാത്രം കഴുകാതെ ഉപേക്ഷിക്കുക. ഇത് അധിക വീടുകളിലും നടക്കുന്നതാണ്. അതായത് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അതേപോലെ സിങ്കിൽ, ആ പാത്രം കഴുകുന്ന സിങ്കിൽ അങ്ങോട്ട് വെച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെയാണ് എഴുന്നേറ്റ് കഴുകുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു ദിവസം അസുഖമായിട്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും അസൗകര്യമായിട്ട് കഴുകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമല്ല. ഇത് ഏകദേശ ദിവസങ്ങളിലും അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുക, ഒക്കെ അവിടെ കൊണ്ടുപോയി വെക്കുക, കിടന്നുറങ്ങുക. അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ്. ഇനി 14ാമത്തത്, ഇത് അധികവും ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തലപ്പാവ്, തലയെക്കെട്ട് കെട്ടുന്നത്, തലപ്പാവ് ധരിക്കുന്നത് നിന്നുകൊണ്ടാവണം, ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ല. അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഇനി 15ാമത്തത് പിശുക്ക്. പിശുക്ക് കാണിക്കുന്ന ആള് ഒരിക്കലും ഉഷാറാവൂല, എന്നും ദാരിദ്ര്യത്തിലായിരിക്കും. കഴിവുണ്ടായിട്ടും കൊടുക്കാത്ത ആളുകളെ കുറിച്ചാ പറഞ്ഞത്. ഒരാൾക്ക് കഴിവുണ്ട്, ആ ആളോട് നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ അയാൾക്ക് 1000 കൊടുക്കാൻ കഴിവുണ്ട്, എന്നാൽ 50 കൊടുക്കും. എന്താ? പിശുക്കാണ്. അങ്ങനെ പിശുക്കി വെച്ചാൽ അയാൾ ഉഷാറാവാൻ പോകുന്നില്ല, എപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും. 16ാമത്തത് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കള്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. 17ാമത്തത് നമ്മുടെ വീട്ടില് മാലിന്യം ഉപേക്ഷിക്കുക. മാലിന്യം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും മാലിന്യം കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഉപേക്ഷിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന്, ഉദാഹരണത്തിന് നമ്മളൊരു പഴം തിന്നാണ്, പഴം തിന്നിട്ട് അതിന്റെ തൊലി അവിടെ റൂമിലിടുക, അല്ലെങ്കിൽ നമ്മളൊരു ബിസ്ക്കറ്റ് തിന്നാണ്, അതിന്റെ കവറ് അവിടെ റൂമിലിടുക, ഒരു അലസമായി എറിയുക, അത് പാടില്ല. ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ട്, ഒരു വേസ്റ്റ് ബക്കറ്റ് വെച്ചിട്ട് അതിൽ നിക്ഷേപിക്കുക. അതല്ല,
ഈ റൂമിലൊക്കെ ഇങ്ങനെ എറിഞ്ഞു കളിക്കുക, അത് പാടില്ല, ദാരിദ്ര്യം ഉണ്ടാക്കും. വീടും റൂമൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. 18ാമത്തത് ഉളൂഇന്റെ വെള്ളം തുടച്ചു കളയുക. പ്രത്യേകിച്ച് നമ്മൾ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഉളൂ ചെയ്താൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തന്നെ പറ്റിപ്പിടിച്ച് ഉണങ്ങി പോകണമെന്നാണ്. അത് നമ്മൾ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിലും തുടക്കാൻ പാടില്ല, മറ്റേതെങ്കിലും വസ്ത്രത്തിലോ അല്ലെങ്കിൽ തുണി കൊണ്ടോ തുടക്കാൻ പാടില്ല. ചില ആളുകൾ ഉടുത്ത വസ്ത്രത്തിൽ തന്നെ മുഖം അതുപോലെ തന്നെ കൈയൊക്കെ തുടക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാകും. 19ാമത്തത് വിളക്ക് ഊതിക്കെടുത്തുക. ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, എന്നാലും പല വീടുകളിലും മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തുക, അത് പാടില്ല. നമ്മൾ കൈ കൊണ്ടോ മറ്റോ ഇങ്ങനെ വീശിയിട്ട് അത് കെടുത്തി കളയണം. 20ാമത്തത് ചാരി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. നല്ല ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, അത് പാടില്ല, ദാരിദ്ര്യം ഉണ്ടാക്കും. 21ാമത്തത് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകുക. മുടി ചീകാൻ വേണ്ടി നമ്മൾ 2 തരത്തിലുള്ള ചീർപ്പാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഒന്ന് അടുത്തടുത്ത് പല്ലുകളുള്ള ഒരു തരം ചീർപ്പ്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ വിരല് കോർത്തിട്ട് മുടി ചീകുന്ന വേറൊരു ചീർപ്പ്. അത് ഏതായാലും അതിന്റെ പല്ലുകളൊക്കെ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈ വിരല് കോർക്കുന്ന ആ ഭാഗം പൊട്ടിപ്പോവുക, ഇങ്ങനെയുള്ള പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകിയാൽ ദാരിദ്ര്യമുണ്ടാകും. 22ാമത്തത് ഖുർആനോദാത്ത വീട്. ഖുർആനോദാത്ത വീട്ടിൽ സംശയമില്ല, ദാരിദ്ര്യമുണ്ടാകും, ഉറപ്പാണ്. 23ാമത്തത് ഉമ്മറപ്പടിയിലിരിക്കുക. ഉമ്മറപ്പടി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ കടന്നു വെക്കുന്ന ആ സ്ഥലം, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ആ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന സ്വഭാവം ഒരിക്കലും പാടില്ല, അത് മാറ്റേണ്ടതാണ്. 24ാമത്തത് കാറ്റിനെയും മഴയെയും ഒക്കെ ശപിക്കുക. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, ചിലപ്പോ തുണി അലക്കിയിട്ട് ഉണങ്ങാനിടുമ്പോ അപ്പ മഴ പെയ്യും. എന്ത് ഹലാക്കിന്റെ മഴയാണ്! ഇങ്ങനെ ശപിക്കുക. അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പല വാക്കുകളും ഉപയോഗിച്ചിട്ട് കാറ്റിനെയും മഴയെയും ഒക്കെ ശപിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, ദാരിദ്ര്യമുണ്ടാകും. 25ാമത്തത് ബാത്റൂമിൽ കയറുമ്പോ വലത് കാല് വെച്ച് കയറുക. അതുപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോ ഇടത് കാല് വെച്ച് കയറുക. ബാത്റൂമിൽ കയറുമ്പോ ഏത് കാലാ മുന്തിക്കേണ്ടത്? ഇടത് കാലാണ്, അവിടെ വലത് കാല് മുന്തിച്ചിട്ട് കയറുക. പള്ളിയിൽ കയറുമ്പോ വലത് കാലാ മുന്തിക്കേണ്ടത്, അവിടെ ഇടത് കാല് മുന്തിച്ച് കയറുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും. 26ാമത്തത് നഖം കടിക്കുക. ഇതും ചില ആളുകൾക്കുള്ള സ്വഭാവമാണ്, നഖം കടിച്ചുകൊണ്ടേയിരിക്കുക, പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. 27ാമത്തത് കളവ് പറയുക. എടുത്തേനും തൊട്ടേനും കളവ് പറയുക, അതും ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും. അതുമല്ല, കളവ് പറയുന്നതിനുള്ള ശിക്ഷ അതൊക്കെ വേറെയുണ്ട്. ഇതിവിടെ ദാരിദ്ര്യമുണ്ടാകുന്ന കാര്യത്തിൽ എണ്ണിയിട്ട് ബഹുമാനപ്പെട്ട ഷർവാനി ഇമാമും അതുപോലെ തന്നെ സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 28ാമത്തത് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക. ഇത് ഞാൻ നേരത്തെ ഉളൂഇന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉളൂഇന്റെ വെള്ളം തുടക്കാൻ പാടില്ല എന്ന്. അത് മാത്രമല്ല, ഒരിക്കലും തുടക്കാൻ പാടില്ല എന്നാ. ഇത് പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോ മുഖം കഴുകിയിട്ടായിട്ട് ഉടുത്ത തുണിയുടെ കോന്തല കൊണ്ട് ചിലപ്പോൾ മുഖം തുടക്കും. ഇനി ഉമ്മമാരാണെങ്കിൽ അവരിട്ടിട്ടുള്ള നെയ്റ്റിയോ എന്തോ ആവട്ടെ, അവരിട്ടിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് മുഖം തുടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ തുടക്കും. ഒരിക്കലും പാടില്ല. ഇട്ടിട്ടുള്ള, അതായത് ധരിച്ചിട്ടുള്ള വസ്ത്രം കൊണ്ട് മുഖം തുടക്കാൻ പാടില്ല. 29ാമത്തത് കുടിവെള്ളം തടയുക. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വെള്ളം, തീ, ഉപ്പ് ഇതൊന്നും ഒരാൾക്കും തടയാൻ അധികാരമില്ല. പറയുമ്പോ പറയും, എന്റെ വീട്ടിലെ കിണറല്ലേ, നീ ആരാ? ഈ വലിച്ചിട്ടുള്ള ശ്വാസം ഉണ്ടല്ലോ, അത് മേലോട്ട് വലിച്ചത് താഴോട്ട് വിടാൻ പറ്റാതായാൽ തീർന്നു. പിന്നെ നീ, ഞാൻ, അതില്ല. മയ്യത്ത് തീർന്നു, കൊണ്ടുപോയി വെക്കും, അത്രേ ഉള്ളൂ. ഈ ഞാൻ എന്ന് പറയുന്ന ആ കിബിർ, അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോ വെള്ളം തടയുക, അത് അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളത് ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ പ്രത്യേകിച്ച് വെള്ളം അത് എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ടതാണ്. കുടിവെള്ളം ഒരിക്കലും തടയാൻ പാടില്ല. 30ാമത്തത് താടിക്ക് കൈവെക്കുക. ചില ആളുകൾക്കുള്ള സ്വഭാവമാണ്, എവിടെ ഇരിക്കുകയാണെങ്കിലും, എന്നെ ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും അത് പാടില്ല, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ്. 31ാമത്തത് വിവസ്ത്രരായി കുളിക്കുക. അതായത് ഒരു വസ്ത്രവും ധരിക്കാതെ കുളിക്കുക, നഗ്നരായി കുളിക്കുക. ഇത് ഞാൻ നേരത്തെ ഉറങ്ങുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നഗ്നരായി ഉറങ്ങുക. അതും
ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണെന്ന്. ഇവിടെ നമ്മൾ ബാത്റൂമിനകത്താണ്, മൊത്തം ബന്ധാണ്, ആരും കാണാനില്ല. എന്നാലും അവിടെ വിവസ്ത്രരായി കുളിക്കാൻ പാടില്ല. കാരണം എന്താ? അവിടെ ശൈത്താന്മാരുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുന്നത് തന്നെ പിശാചിൽ നിന്നും കാവല് തേടുന്ന ദിക്റ് ചൊല്ലിക്കൊണ്ടാണ്. അപ്പോ അവിടെ പിശാചിക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുളിക്കുന്ന സമയത്ത് വിവസ്ത്രരായി, ഒരു വസ്ത്രമെങ്കിലും ഉടുക്കാതെ നമ്മൾ കുളിക്കാൻ പാടില്ല. 32-ാമത്തത് വാതിൽപ്പടിയിൽ ചാരി നിന്നുകൊണ്ട് സംസാരിക്കുക. ഇത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കാണുന്നതാണ്. നമ്മൾ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും പുറത്തുകൂടി പോകുന്നത് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ആ വാതിൽപ്പടിയിൽ നിന്നിട്ട് ഇങ്ങനെ ചാരിയിട്ട് അവരോട് സംസാരിക്കും. നിന്ന് കഥ പറയുക ഒരിക്കലും പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. ഇനി 33-ാമത്തത് മക്ബറകളിൽ ചിരിക്കുക. നമ്മളൊക്കെ സാധാരണ മക്ബറകളിൽ സിയാറത്തിന് പോകാറുണ്ട് അല്ലെ? അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മക്ബറകളിലേക്ക് പോയാൽ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ പാടില്ല. അവിടെ നമ്മൾ എത്തുന്നത് നമുക്ക് മരണത്തിന് ഓർമ്മ വരണം. അവിടെ നിന്നുകൊണ്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ ചിരിക്കാനോ കളിക്കാനോ അല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഇനിയും ഒരുപാടുണ്ട്. ഏകദേശം 60-ൽ ചില്ലാനം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു 33 മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പം തന്നെ നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏത് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും ആദ്യമായി എന്നോട് ഉപദേശിക്കുകയും അതിനുശേഷമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്, ഏത് വിഷയമായാലും. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. എന്നാൽ അല്ലാഹു തആല നമ്മെ ദാരിദ്ര്യത്തിന് തൊട്ട് കാത്തു സലാമത്താക്കും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ദാരിദ്ര്യത്തിന് തൊട്ട് കാത്തു സലാമത്താക്കട്ടെ. ദാരിദ്ര്യം തന്നുകൊണ്ടോ കടം തന്നുകൊണ്ടോ രോഗം തന്നുകൊണ്ടോ ഒന്നും അല്ലാഹു തആല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.